അയ്യോ ഒച്ചപ്പാടുണ്ടാക്കും അതിനുള്ളിട്ട് രോമാഞ്ചം വന്നിട്ട് വന്നല്ലേ രോമാഞ്ചം കയ്യുടെ രോമം മാത്രല്ല തൊലി പോലെ പൊക്കി പോയി അയ്യോ പൊളിപ്പടം ആദ്യമായിട്ടാ ഏറ്റവും അന്നെങ്ങനെയാ സെക്കൻഡ് ഹാഫ് സാധാരണ മറ്റേ പണ്ടത്തെ മോഹൻലാലിന്റെ പടം പോലെ പോയിട്ട് പിന്നെ അയ്യോ ആ ഫ്രെയിമും കാരണം മറ്റേ എമ്പുരാല് പോലെ ചുമ്മാ കോട്ടിട്ട് സ്ലോ മോഷനിൽ നടക്കുമ്പോ കയ്യടി വരണേ ഓരോ സീറ്റ് വരുമ്പോ കേറി വരുവാ അയ്യോ മരുന്നക്കാര് മുട്ടടി ഉണ്ട് സ്പ്രേ വല്ല അടിച്ച് അതൊന്ന് ശരിയാക്കണം അത് പൊളി സാധനല്ലേ അയ്യോ ആക്ഷനാണ് പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി മറ്റെന്താ പറയാ നമ്മുടെ ദൃശ്യം ബ്രഹ്മര സാധനം സങ്കട ഫീല് ഒറ്റക്കപ്പ് കാട്ടിയത് അയ്യോ ഒച്ചപ്പാടുണ്ടാക്കും അതിനുള്ളിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും അതിനുള്ളിട്ട് ഫുഡ് കഴിക്കാതെ നിങ്ങൾ പഠിക്കൂ ഞാൻ കയറില്ല സഞ്ജുന് വാക്ക് വണ്ടിയില പണിക്കറിയാന്ന് പറഞ്ഞു ഞാൻ ലീവ് എടുക്കുക അങ്ങനെ വീണ്ടും ഞാൻ ലീവ് എടുത്ത് നല്ല പടമാണ് എല്ലാരും പോയി കാണാം ഇനി അടുത്ത ദിവസം പോയി കാണണ്ട പക്ഷെ കാണാനുണ്ട് കേട്ടത് അയ്യോ മൂട്ടടി ഉണ്ട് അതിന്റെ എന്നോട് സ്റ്റാറ്റസിൽ മുട്ടടിച്ചത് എല്ലാ സംഭവം സൂപ്പറാണ് ഫൈറ്റാണ് അടിപൊളി കാരണം എന്ന് പറയുമ്പോ ഈ എമ്പുരാനിലെ പോലെ 2 പടത്തിലെ കോപ്പി അടിച്ചിട്ട് ഒരു ഫൈറ്റ് സീരീസ് അല്ല ഒരു എല്ലാ പടത്തിനും ഒരു യൂണിക്കായിട്ടൊരു സംഭവം വേണം അതുണ്ട് ഇതിനകത്ത് ഗേരില്ല എന്റെ ബ്ലറാക്കണേ അതിനിപ്പോ എന്നാ 2ാമത് പോയി കാണാ 3ാമത് കാണാ ഒരു കുഴപ്പമില്ല അയ്യോ ഇതിന് പ്രമോഷൻ കുറഞ്ഞായി മറ്റേതിന്റെ പറഞ്ഞിട്ടുണ്ട് അല്ല അവിടെ ഇത് കാണിക്കാൻ പറ്റില്ല ഈ തടിച്ച് ചക്കന്റെ പൂട്ടടിച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കാരാണ് പക്ഷെ സത്യത്തില് പൂട്ടൊക്കെ അടിച്ച് എന്താണ് ഇങ്ങനെ കഴുക് രോമാഞ്ചം വന്നിട്ട് വന്നല്ലേ രോമാഞ്ചം കയ്യുടെ രോമം മാത്രല്ല തൊലി പോലെ പൊക്കി പോയി ഞാൻ സൂര്യയുടെ തലയിട്ട് തുറക്കണേ ഈ ചൊറിയുമ്പോഴേ വരുമ്പോ എടാ ഇപ്പണ്ടല്ല ഈ
ഈ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലാണ്ട് ഇങ്ങനെ ഈ സ്ക്രിപ്റ്റഡ്. എൻ്റെ മുഖം കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഉമ്മാർക്കൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ്. കഥ കിണ്ണം കഥ. അയ്യോ ആരെ മറ്റേ പൃഥ്വിരാജും കാണണം, ആ ബസൂക്കെടുത്തവരും കാണണം. അയ്യോ മ്യൂസിക് ഒക്കെ എന്താണ് ജോമാജി കുറെ സ്ഥലം ശരി ശരിക്കും അതിന് ചാടി വരെ സീനക്കില്ലേ. അയ്യോ എങ്ങനെ പുള്ളിയുടെ ഒരു സീൻ എങ്ങനെ കയ്യടി മേടിക്കാന്നുള്ളതാണ്. എന്നുവെച്ചാൽ ചുമ്മാ അങ്ങോട്ട് സ്ലോ മോഷൻ എടുത്താൽ ഒരു ഭയങ്കര ഫൈറ്റ് കാണിച്ചിട്ടല്ല. ഈ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലൊക്കെ എന്ന് വെച്ചാൽ എന്താ പഴയ സീൻ, പഴയ ഒരു തമാശ ലാലേട്ടനില്ലേ, ഒരു ഫണ്ണി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണേ, അതേ സംഭവം എടുത്തിട്ട് പിന്നെ മാസമായിട്ടൊരു സംഭവമാണ് കയറ്റി കൊണ്ടിട്ടുണ്ട്. അതാണ് ഓരോ സീൻ വന്നപ്പോൾ ഒരു ഫൈറ്റ് കഴിഞ്ഞ് അവന്മാർ വീണിട്ട് പിന്നെ ലാലേട്ടനെ കാണിക്കാൻ നമ്മൾ കൈയടിക്കാൻ വന്നത്. അയ്യോ എന്താ പറയാ, ഒരു മസാലപ്പടത്തിന്റെ ഒരു മാസമല്ല, സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആ സംഭവം. അത് നമ്മൾ എടുത്തേക്കുന്ന നല്ല ഭംഗിയുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ നമ്മൾ പുള്ളി പറഞ്ഞ പണ്ടത്തെ ഡയലോഗ്, പണ്ടത്തെ സംഭവങ്ങൾ, പിന്നെ പണ്ടത്തെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കൈയടിച്ച ഫസ്റ്റ് ഹാഫിൽ ഫുള്ള്. സെക്കൻഡ് ഹാഫിൽ പിന്നെ ലാലേട്ടനെ കാണിക്കണേന് തന്നെ നമ്മൾ കൈയടിയാണ്. ഇന്റർവെല്ലിൽ ബ്ലോക്ക് വരെ എന്താ ടോട്ടൽ പടത്തിൽ തന്നെ സീനൊന്നും വേണ്ടാത്ത സീനൊന്നും ഇല്ലല്ലേ, കട്ട് ചെയ്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു സംഭവം ഇല്ല. ചുമ്മാ ഒരു ഫൈറ്റ് സീൻ വെക്കണല്ല, ആ ഫൈറ്റിന് കാരണങ്ങളുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മളെ ഇമോഷനില്ലേ പറയില്ല. മറ്റേ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓഡിയൻസ് ആയ സമയത്ത് മറ്റേ ഈ കോസ്മെറ്റിക്കിൻ്റെ മറ്റേ സംഭവം എന്താ ഇഞ്ചക്ഷൻ എന്തോ സംഭവം ചെയ്തെന്ന പുള്ളി പറയണ്ടേ, ചെയ്തിട്ട് ഔഡിയന് വേണ്ടി മേക്കപ്പ് വേണ്ടി പുള്ളി ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ കാരണം കൊണ്ട് പുള്ളിക്ക് മുഖത്ത് ഭാവം വരാത്തതാണ് താടി വളർത്തിയിട്ട്. സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ മുഖത്ത് സീൻ കാണിക്കണോ, ആ ക്യാമറ ക്ലോസ് വെച്ചിട്ട് കവിള് കിടന്നിങ്ങനെ കൈയടിക്കണ കണ്ണിന്റെ ആ ഇത് അതാണ്. അയ്യോ അതാണ് പണ്ടത്തെ ഒരു സംഭവം, ഭ്രമരത്തിലൊക്കെ സീൻ വന്നത്, അതാണ് പൊളി. പുതിയ പുള്ളി പറയണത് ഇത് പുറത്തുള്ള ആളാണ്, പുള്ളിയുടെ ശരിക്കും പോലീസുകാർ അങ്ങനെയാ നമ്മളോട് നൈസായിട്ട് സംസാരിച്ച് എന്റെ പുള്ളിണ്ട്. പുള്ളിയെ കണ്ടതിലെ പോലീസുകാരുടെ ലുക്ക് ഉണ്ട്, കഷണ്ടി കഴിച്ചിട്ട് ആ കൂടെ നിൽക്കണ പോലീസുകാരനും പടം കണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ.